നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 20 ചൊവ്വാഴ്ചയാണ്. വീണ്ടും ഇടിവിൽ തന്നെയാണ് ഇന്ത്യൻ വിപണികൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഗ്ലോബൽ ടെൻഷനുകളും പുറത്തു വന്നിരിക്കുന്ന Q3 റിസൾട്ടുകൾ മോശമായതുമാണ് ഇന്നലത്തെ ഇടിവിന് കാരണമായത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ചില ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളിലേക്ക്. ഇന്ന് രാവിലെ 6:30 നമ്മൾ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് കൊടുത്തതുപോലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പറയാനുള്ളത്, പ്രതീക്ഷയിലും ശക്തമായിട്ടുള്ള സാമ്പത്തിക വളർച്ച കാരണം ഫിനാൻഷ്യൽ ഇയർ 2026 GDP വളർച്ച 7.3% IMF ഉയർത്തി. 2027 സാമ്പത്തിക വർഷത്തിലും വളർച്ച തന്നെയാണ്. 6.4% പരിഷ്കരിച്ചത്. 20 ബേസിസ് പോയിന്റ്സിന്റെ വർധനമാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ ഇയർ 2026 GDP വളർച്ച 7.3% അഥവാ 70 ബേസിസ് പോയിന്റ്സ് ആയി ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി കാണാൻ കഴിയുന്നത് ശക്തമായിട്ടുള്ള ആഭ്യന്തര ആവശ്യം, പ്രതിരോധ ശേഷിയിലുള്ള സേവന മേഖല, ശക്തമായിട്ടുള്ള സ്വകാര്യ ഉപഭോഗം, സുസ്ഥിരമായ പൊതുമൂലധനം തുടങ്ങിയവയാണ്. ഇനി വേൾഡ് ബാങ്ക് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 7.2% ഫിനാൻഷ്യൽ ഇയർ 2026 ഉയർത്തിയത്. 90 ബേസിസ് പോയിന്റ്സിന്റെ വർധനവാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 2026 GDP വളർച്ച 7.4% ആകും എന്നാണ്. ഇനി RBIയുടെ പ്രൊജക്ഷൻ വരുന്നത് 7.3% എന്നുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ആഗോള അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയായി തുടരുന്നു എന്നത് തന്നെയാണ്. അത് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി ചെറിയ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. താപവൈദ്യുതിയുടെ വിഹിതം 70% താഴെയാകും. ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ താപവൈദ്യുതിയുടെ വിഹിതം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആദ്യമായി 70% താഴെയാകും. 2025 സാമ്പത്തിക വർഷത്തിലെ 75% നിന്ന് 2026 സാമ്പത്തിക വർഷത്തിൽ 72% കുറയാനും അതിനുശേഷം 70% താഴെയാകാനും സാധ്യതയുണ്ട്. ഇനി വരാൻ പോകുന്ന ഇടിവിന് 2 കാരണങ്ങളാണ് കാണാൻ കഴിയുന്നത്. വൈദ്യുതി ആവശ്യകതയിൽ മന്ദഗതിയിലുള്ള വളർച്ചയും പുനരുപയോഗ ഊർജം അതായത് റിന്യൂവബിൾ എനർജി ഉൽപ്പാദനത്തിൽ കുത്തനെയുള്ള വർധനവുമാണ് ഇതിന് കാരണമായിട്ട് കാണാൻ കഴിയുന്നത്. താപവൈദ്യുതിക്ക് പുറമെ കൽക്കരി അധിഷ്ഠിത പ്ലാന്റ് ഉപഭോഗം PLF നടപ്പ് സാമ്പത്തിക വർഷത്തിലും അടുത്ത സാമ്പത്തിക വർഷത്തിലും 64 മുതൽ 66% കുറയും എന്നും പ്രതീക്ഷിക്കുന്നു. ഇത് ഫിനാൻഷ്യൽ ഇയർ 2025 സാമ്പത്തിക വർഷത്തിലെ 69% നിന്നാണ് ഇത്രയുള്ള ഒരു ഇടിവിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ താപവൈദ്യുതി വിഹിതവും കൂടാതെ കൽക്കരി അധിഷ്ഠിത പ്ലാന്റ് ഉപഭോഗവും കുറയുന്നത് പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദനം അടുത്ത 2 സാമ്പത്തിക വർഷത്തിൽ ഉയരും എന്നതിൻ്റെ സൂചന തന്നെയാണ്. അടുത്ത 2 സാമ്പത്തിക വർഷത്തിൽ 18 മുതൽ 20 CAGR വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വാർത്ത എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലായതുപോലെ തന്നെ തെർമൽ പവർ പ്രൊഡ്യൂസേഴ്സും കൂടാതെ കോൾ ആൻഡ് മൈനിങ് സെക്ടറിലുള്ള കമ്പനികൾക്കും ഇത് നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. പക്ഷേ റിന്യൂവബിൾ എനർജി സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടുള്ള വാർത്തയുമാണ്. ഇനി ഏതൊക്കെ കമ്പനികളാണ് എന്ന് ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ തെർമൽ പവർ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള NTPC, അദാനി പവർ, ടാറ്റ പവർ തുടങ്ങിയ കമ്പനികൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാനും കോൾ അധിഷ്ഠിത കമ്പനികളായിട്ടുള്ള കോൾ ഇന്ത്യ, NLC ഇന്ത്യ തുടങ്ങിയ കമ്പനികൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അദാനി ഗ്രീൻ എനർജി, റിന്യൂ എനർജി, ടാറ്റ പവർ റിന്യൂവബിൾ എനർജി, JSW എനർജി, SJVN ഗ്രീൻ എനർജി, NTPC ഗ്രീൻ എനർജി തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനികളുടെ പേര് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അടുത്തതും നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. ഉയർന്ന ബഡ്ജറ്റ് ലക്ഷ്യമുണ്ടായിരുന്നിട്ടും 2026 സാമ്പത്തിക വർഷത്തിൽ നികുതി വരുമാന വളർച്ച മന്ദഗതിയിൽ തന്നെയാണ്. നവംബർ വരെയുള്ള മൊത്ത നികുതി വരുമാന വളർച്ച വെറും 3.3%. ബഡ്ജറ്റ് ചെയ്തിരുന്നത് 12.5%. ആദായ നികുതി വളർച്ച 6.8%. 14.4% മുഴുവൻ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് നികുതി വളർച്ചയും 7.8%-ലാണ് ഇപ്പോഴുള്ളത്. 10.8% ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആയി വരുന്നത്. HDFC ബാങ്ക് കണക്കുകൾ പ്രകാരം മൊത്തം നികുതി പിരിവുകൾ ബഡ്ജറ്റ് ലക്ഷ്യത്തിൽ നിന്ന് 3.4 ലക്ഷം കോടി രൂപ പിന്നോട്ട് പോയേക്കാം എന്നാണ് ഒരു സൂചന പറയുന്നത്. ഇനി ഇത് വിപണിയെ എത്തരത്തിൽ ബാധിക്കും എന്ന് തന്നെയാണ് നോക്കേണ്ടത്.
വിപണിക്ക് ഇത് എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദഗതിയിലുള്ള നികുതി വളർച്ച സർക്കാരിൻ്റെ സാമ്പത്തിക വഴക്കത്തെ പരിമിതപ്പെടുത്തിയേക്കാം. കൂടാതെ കൂടുതലായിട്ട് ഉള്ള സർക്കാരിൻ്റെ ചെലവുകൾ അത് പരിമിതപ്പെടുത്തിയേക്കാം. അല്ലെങ്കിൽ ഉയർന്നതായിട്ടുള്ള വായ്പകൾ എടുക്കേണ്ടതായിട്ട് നിർബന്ധിതരായി വരും. ഏതായാലും ഇത് വിപണിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇനി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റിലേക്ക്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗ്ഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. US മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ US മാർക്കറ്റുകൾക്ക് ഒരു ഹോളിഡേ ആയിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ഡേയോടനുബന്ധിച്ച് ഇന്നലെ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് കനത്ത ഇടിവിൽ തന്നെയാണ്. ഇനി യൂറോപ്യൻ വിപണികളും ഇന്നലെ നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പ്രധാനപ്പെട്ടതായി വരുന്നത് ചൈനീസ് മാർക്കറ്റാണ്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന 1 വർഷത്തെയും 5 വർഷത്തെയും വായ്പാ പ്രൈം നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.78% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.32% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.50% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,608 എന്ന നിലയിലാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇനി മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക്. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണത്തിന്മേൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതീവ തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സംഘർഷങ്ങൾ രൂക്ഷമായതോടെ നിക്ഷേപകർ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് മാറിയതോടെ തിങ്കളാഴ്ച സ്വർണവും വെള്ളിയും നല്ല നേട്ടമാണ് ഉണ്ടാക്കിയത്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1.5% ഉയർന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇതോടെ റെക്കോർഡ് ഹൈയിലെത്തി. 1,07,240 രൂപ എന്നതാണ് പവന്റെ ഇന്നലത്തെ വിലയായിട്ട് വരുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2.5% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. $92,000 ഇപ്പോൾ ഉള്ളത്. ഓയിൽ പ്രൈസുകൾ മാറ്റമില്ലാതെ ഏറെക്കുറെ ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഒത്തിരിയേറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കൂടാതെ നിങ്ങളുടെ ട്രേഡിംഗ് കൂടുതൽ എളുപ്പത്തിലാക്കാൻ വേണ്ടി AI പ്രോംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നിരവധി സ്ട്രാറ്റജികൾ അടങ്ങിയിട്ടുള്ള വീഡിയോസുമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മളിവിടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. AI പ്രോംപ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ: ITC ഹോട്ടൽസ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, കാനറ റോബിക്കോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, CNDLM, ഗുജറാത്ത് ഗ്യാസ്, ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, പെർസിസ്റ്റന്റ് സിസ്റ്റം, റാലീസ് ഇന്ത്യ, SRF, ടാറ്റ ടെലി സർവീസസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, വിക്രം സോളാർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളായിട്ട് വരുന്നത്. ഇനി കുറച്ച് Q3 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം LTI മൈൻട്രി എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 11.7% ഇടിവാണ് വന്നിരിക്കുന്നത്. 959.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.6% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യൂ ലേബർ കോഡ് ഇമ്പാക്റ്റ് കാരണം 590.3 കോടി രൂപയായിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തത് ടാറ്റ ക്യാപിറ്റലാണ്. Q3യിൽ ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 20.4% വർധനവ് വന്നിരിക്കുന്നു. 1264.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 20.5% വർധനവും രേഖപ്പെടുത്തി. 3314.8 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. അടുത്തത് ഹാവൽസ് ഇന്ത്യ എന്ന കമ്പനി. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ 8% വർധനവ് വന്നു. 300.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.3% വർധനവ് രേഖപ്പെടുത്തി. 5587.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സിയറ്റ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 155.8 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 60.4% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 26% വർധനവും വന്നിരിക്കുന്നു. അടുത്ത ഒബ്രോയ് റിയാലിറ്റി എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 0.7% വർധനവ് വന്നു. 622.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.8% വർധനവും രേഖപ്പെടുത്തി. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റലും സെയിലും എന്നീ സ്റ്റോക്കുകൾ തന്നെയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്.
FIS 3263 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 4234 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 25,585-ൽ 109 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നലത്തെ വീഡിയോ കണ്ടവർ എത്ര പേരുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ ആ വീഡിയോയിൽ നമ്മൾ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കുകയുണ്ടായി. ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ കൃത്യമായി തന്നെ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ചെറിയ ഒരു പുൾ ബാക്ക് നിഫ്റ്റിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യം ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു ചെറിയ കമൻ്റ് ആയിരിക്കാം നമുക്ക് വലിയ ഊർജ്ജമായിട്ട് മാറുന്നത്. നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയൊക്കെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ നിങ്ങളുടെ ഒരു കമൻറ്റ് വളരെയേറെ വിലപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ഇന്നലെ സംഭവിച്ച ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 100 ഡേ EMAയ്ക്കും കൂടാതെ നമ്മൾ വരച്ച ആ ഒരു സോണിനും താഴെയായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിഫ്റ്റിയിൽ ഇനി ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിന് താഴെയായിട്ട് ഒരു ക്ലോസിംഗ് വെക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി ഡൗൺ സൈഡിൽ ഇത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ലോ ആയിട്ടുള്ള 25,473 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഈ ഒരു ലെവലിന് താഴെയായിട്ടും ക്ലോസിംഗ് വെക്കുന്നത് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ മറ്റൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം കൂടിയുള്ളത്, ഈ 100 ഡേ EMAയ്ക്ക് താഴെയായിട്ട് സെപ്റ്റംബർ 30, 2025 ശേഷം ഇതാദ്യമായിട്ടാണ് നിഫ്റ്റി ഈ ഒരു 100 ഡേ EMAയ്ക്ക് താഴെയായിട്ട് ക്ലോസിംഗ് വെച്ചിട്ടുള്ളത്. ഇതോടെ ഡെയിലി ബേസിസിൽ 200 ഡേ EMA ഒഴിച്ച് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ടായി നമുക്ക് ഇനി കാണാൻ കഴിയുന്നത് 25,450 മുതൽ 25,500 വരെയുള്ള ആ ഒരു സോണാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,500-ഉമാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,891-ൽ 204 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ തന്നെയാണ്. കൂടാതെ ഇപ്പോഴത്തെ ഈ ഒരു ഓൾ ടൈം ഹൈ ലെവൽ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം 1% താഴെ മാത്രമാണ് ഈ ഓൾ ടൈം ഹൈ ലെവലിൽ നിന്നും ഇടിഞ്ഞിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റി ഇടിഞ്ഞത് ഏകദേശം 3% ഓൾ ടൈം ഹൈയിൽ നിന്ന്. കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ 60,000-ന് താഴെയായിട്ട് ക്ലോസ് ചെയ്തു എന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,500-ഉമാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയ ലിങ്ക് വഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.